നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ഒരുപോലെ ബാധിക്കുന്ന മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ വലിയ മാറ്റം. മാസ പ്രീമിയം തുക സർക്കാർ വർദ്ധിപ്പിച്ചു. മെഡിസെപ് പദ്ധതി എന്താണ്? സർക്കാർ ജീവനക്കാരനും പെൻഷൻകാർക്കുമായി നടപ്പാക്കിയ അതിബൃഹത്തായ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്. 2022 ജൂലൈ 1 മുതലാണ് പദ്ധതി നിലവിൽ വന്നത്. പ്രീമിയം നിരക്ക് എങ്ങനെയാണ് മാറ്റിയിരിക്കുന്നത്? ആദ്യഘട്ടത്തിൽ പ്രതിമാസം 500 രൂപ വീതമാണ് പ്രീമിയമായി അടച്ചിരുന്നത്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും പെൻഷൻകാരുടെ പെൻഷനിൽ നിന്നും ഈ തുക നേരിട്ട് ഈടാക്കിയിരുന്നു. ഇൻഷുറൻസ് കവറേജ് 3 വർഷത്തെ പോളിസി കാലയളവാണ്. പ്രതിവർഷം 3 ലക്ഷം രൂപ അടിസ്ഥാന കവറേജ് ഉണ്ടാകും. ഇതിൽ 1.5 ലക്ഷം രൂപ ഓരോ വർഷത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്നു. ആ വർഷം ഉപയോഗിക്കാത്ത തുക അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യില്ല, അത് അസാധുവാകും. മെഡിസെപ് പദ്ധതിയുടെ കീഴിൽ ഉൾപ്പെടുത്തിയ പൊതു സ്വകാര്യ ആശുപത്രികളിൽ പ്രാഥമിക ഗുണഭോക്താവിനും ആശ്രിതർക്കും ചികിത്സ ലഭ്യമാക്കുന്നതായിരുന്നു പദ്ധതി. ക്യാഷ്ലെസ് ചികിത്സയായിരുന്നു മെഡിസെപ്പിന്റെ പ്രധാന സവിശേഷത. പ്രീമിയം വർധന പുതിയ തീരുമാനമാണ്. ഇപ്പോൾ സർക്കാർ എടുത്ത പുതിയ തീരുമാന പ്രകാരം മെഡിസെപ് പ്രീമിയം മാസം 500 രൂപയിൽ നിന്ന് 810 രൂപയായി വർദ്ധിപ്പിച്ചു. ഒരു മാസം 310 രൂപയുടെ വർധന. ഒരു വർഷം 8237 രൂപയും GSTയും പ്രീമിയമായി അടയ്ക്കേണ്ടി വരും. അടുത്ത മാസം 1-ാം തീയതി മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരും. സർക്കാർ ജീവനക്കാരിൽ നിന്ന് ഈ മാസത്തെ ശമ്പളം മുതൽ പുതുക്കിയ പ്രീമിയം ഈടാക്കി തുടങ്ങും. പെൻഷൻകാരുടെ കാര്യത്തിൽ ജനുവരി മാസത്തെ പെൻഷനിൽ നിന്ന് തന്നെ പുതിയ പ്രീമിയം പിടിക്കുന്നതായിരിക്കും. വിരോധവും നിയമ പോരാട്ടവും. പ്രീമിയം വർധനയ്ക്കെതിരെ സർവീസ് സംഘടനകൾ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. പദ്ധതിയിലെ നിലവിലുള്ള അപാകതകൾ പരിഹരിക്കാതെ പ്രീമിയം വർദ്ധിപ്പിച്ചത് അംഗീകരിക്കാനാകില്ല എന്നതാണ് സംഘടനയുടെ നിലപാട്. ധനവകുപ്പിന്റെ വിശദീകരണം. ഇതിന് മറുപടിയായി ധനവകുപ്പ് പറയുന്നത് ഇങ്ങനെയാണ്: മെഡിസെപ് പദ്ധതിയിലെ നിലവിലുള്ള അപാകതകൾ പരിഹരിച്ചുകൊണ്ടാണ് പദ്ധതിയുടെ 2-ാം ഘട്ടത്തിന് തുടക്കം കുറിക്കുന്നത്. 2-ാം ഘട്ടത്തിന് അനുയോജ്യമായ സാമ്പത്തിക ആവശ്യകത കണക്കിലെടുത്താണ് പ്രീമിയം വർധന നടത്തിയതെന്നും ധനവകുപ്പ് വിശദീകരിക്കുന്നു. മെഡിസെപ് പ്രീമിയം വർധന സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്